സഭയെ പിതാകുമാരൻ പരിശുദ്ധായ നാമത്തിനാലെ ഉദ്ഘാടനം ചെയ്തു. ആമേൻ. கலக்கவில்லை பயமுமில்லை கலக்கவில்லை கர்த்தர் நம்முடனே ஒசன்னா ஜெயமே ஒசன்னா ஜெயமே ஒசன்னா ஜெயம் நமக்கே. എല്ലാവരും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവകൃപയാ നടത്തുമാറാക്കണം. എല്ലാ പ്രതികൂലതയുമായിട്ട് ദേശാധിപതി ശക്ല ദൈവം തകർക്ക്. ആമസ്തോത്ര ദൈവത്തിൻ്റെ പ്രവൃത്തി ആഴത്തിൽ വെളിപ്പെട്ട് വരും. അത് കണ്ണാലെ കാണുവാൻ കൃപ ദൈവം തരും. യേശു ക്രിസ്തു സമർപ്പിക്കുമ്പോൾ കൃപയാൽ പ്രാർത്ഥിക്കണമേ പിതാവേ. ഒരപ്പത്തിൻ്റെ ആലയമാക്കി, ഇതൊരു ബെഥസ്ത കുളത്തിൻ്റെ ആലയമാക്കി. ആമേ ശലോമന്റെ ആലയത്തിൽ ആമേ ദൈവത്തിൻ്റെ തേജസ് ഉയർന്നതുപോലെ, ആലയത്തിൽ പുക കൊണ്ട് പൊങ്ങിയതുപോലെ ഈ ആലയം ദൈവരാജ്യത്തിൻ്റെ ഒരാലയമാക്കി സ്വർഗം തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈ ദേശത്തിൻ്റെ ആയിരിക്കുന്ന അനേക ദൈവമക്കൾക്ക് കർത്താവ് ഒരു അനുഗ്രഹമാക്കി ദൈവം പരിശുദ്ധാത്മാവ് അവിടെ നിന്ന് തീർത്തതിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവ്. ഇന്നു മുതൽ കർത്താവ് പരിശുദ്ധാത്മാനെ നിറഞ്ഞ ദൈവ സാന്നിധ്യം ഈ ആലയത്തിൽ വസിക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവ്. Who forgives all our sins and heals all your diseases.
who satisfy your desires with good things, so that the youth is renewed like the eagles. He made known his ways to Moses, his deeds to the people of Israel. For as high as the heavens are above the earth, so great is his love for those who fear him. Praise the Lord, all his works, everywhere in his domain. Praise the Lord, my soul. ഇന്റർനാഷണൽ സിയോൻ അസംബ്ലിയുടെ പ്രസിഡൻ്റായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, தமிழில் சொல்லப்போனால் தலைவர், நம்முடைய இன்டர்நேஷனல் சியோன் அசம்பிளியுடைய தலைவரை இந்த கூட்டத்துக்கு எங்களுடைய சபை சார்பாக இந்த விருந்தினர் சார்பாகவும் நாங்கள் வரவேற்கிறோம். ആദ്യമായിട്ട് ഇവിടെ തുടക്കമിട്ടതായിരിക്കുന്ന കർത്താവിൻ്റെ ദാസി, നമ്മുടെ പ്രിയ ദാസി, നമുക്ക് എല്ലാവർക്കും പ്രിയമായുള്ള ഒരു ദൈവദാസിയാണ്. ഞങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ദൈവദാசி, ரொம்ப அன்புள்ளவங்க. அந்த தாயாரையும் எங்களுடைய சபை சார்பாக, என் சார்பாகவும் எல்லாவர் சார்பாகவும் அவர்களையும் எங்களை கரங்கூப்பி நாங்கள் வரவேற்கிறோம். மேபலாண்டியை நாங்கள் வரவேற்றுக் கொள்கிறோம். கர்த்தர் ஆசீர்வதிக்கட்டும். இன்டர்நேஷனல் சியோன் அசம்பிளியுடைய வைஸ் பிரசிடெண்ட், இன்டர்நேஷனல் சியோன் அசம்பிளியுடைய தலைவர், அதாவது துணைத் தலைவர் அவர் சதீஷ் நெல்சன் அவர்களையும் எங்களுடைய சபை சார்பாக எங்களுடைய இதய பிரகாரம் உங்களுக்கு நாங்கள் நன்றி சொல்லி வரவேற்கிறோம். കേരളത്തിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നന്ദി சொல்லுகிறேன். കർത്താർ ആശീർവദിക്കട്ടെ എന്ന് ചൊല്ലിക്കൊണ്ട് ഞാൻ ദൈവത്തിനെ താഴ്ന്നിരിக்கிறேன். കർത്താർ നമ്മൾ എല്ലാവരെയും ആശീർവദിക്കും. അപ്പോൾ ഇവിടുത്തെ ഇന്ന് നമ്മൾ ആയിരിക്കുന്നതിൽ ആദ്യമായിട്ട് ദൈവത്തെ നന്ദി പറയുമ്പോൾ രണ്ടാമത് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിക്കേണ്ടത് നമ്മുടെ വുമൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെയാണ്. അന്നത്തെ അവരുടെ പ്രവർത്തനം എല്ലാവർക്കും ഒന്ന് കരങ്ങൾ അടിച്ചു. അന്ന് ഉണ്ടായ ദൈവിക ആലോചന പ്രകാരമാണ് അവർ ഗ്രാമങ്ങളിലെല്ലാം, ഇവിടുത്തെ അടുത്തുള്ള ഗ്രാമങ്ങളിലെല്ലാം പോയി പ്രവർത്തിക്കുകയുണ്ടായി. അങ്ങനെ അമ്മയ്ക്കൊരു ആലോചനയുണ്ടായി, ഈ ദേശത്തൊരു ആലയം പണിയുന്നത് ഇവിടെയുള്ള അനേകം പേർക്ക് അവർക്കൊരു ദൈവിക ഭവനമായിട്ട് തീരുമെന്നുള്ള ആലോചന പ്രകാരം വീട്ടിലേക്ക് മടങ്ങി വന്നു. ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഓൾറെഡി ഞങ്ങൾ പഞ്ചാബിലൊരു സഭ അത് ഒരു വസ്തു വിറ്റ് കാശ് കൊണ്ടാണ് അത് ചെയ്തത്. അപ്പോൾ അതിലൊക്കെ എങ്ങനെ ഇനി അടുത്ത് ഒന്ന് ശാന്തമായിരിക്കാമെന്നുള്ള ഇതിൽ ഇരിക്കുമ്പോൾ അമ്മ ഈ ആലോചനയായിട്ട് കടന്ന്, അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇനി എടുത്ത് പറയാനായിട്ട് വേറെ കാശില്ല, പക്ഷേ അമ്മയ്ക്ക് വളരെതായിട്ടുള്ള ആഗ്രഹം. അപ്പോൾ പേഴ്സണലായിട്ട് അമ്മ കുറച്ച് കാശ് അവർ പറഞ്ഞത് എനിക്ക് വേണ്ടിയെന്നാണ്, എനിക്ക് പ്രത്യേകമായിട്ട് ഭവനം പണിയുമ്പോൾ അവരുടേതായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളതിൽ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമാണ് ആ ചെറിയ തുക അതിനായിട്ട് തുടങ്ങുവാനായിട്ട് കൊടുക്കുവാൻ. ഈ പ്ലാൻ ചെയ്തപ്പോൾ ഒരു 6 ലക്ഷം രൂപയുണ്ടെങ്കിൽ നമുക്കിവിടെ ഒന്ന് കൂടാനുള്ള ഒരു ഹാള് ചെയ്യാമെന്നുള്ള ഒരു രീതിയിലാണ്, അങ്ങനെ ഒരു ഐഡിയയിലാണ് ഇവിടെ പണി തുടങ്ങുവാനായിട്ട് പ്ലാൻ ചെയ്തത്. എന്നാൽ ഈ 6 ഓളം അടുപ്പിച്ച് തന്നെ ഇവിടുത്തെ ഗ്രൗണ്ട് വർക്ക് തന്നെ ചെയ്യേണ്ടി വന്നു. തുടർന്ന് പിന്നെ അതിനായിട്ടുള്ള ഞങ്ങൾക്ക് ലഭിക്കുന്നതൊക്കെ അങ്ങനെ കരുതി വെച്ച്, എന്നാൽ അതും നമ്മൾ തുടർന്ന് പ്ലാൻ ചെയ്തപ്പോൾ ഈ രീതിയിൽ ആകുന്നത് നല്ലതാണ് എന്നുള്ളതിൽ പ്ലാൻ ചെയ്തു. അതിൻ്റെ ചിലവ് നോക്കിയപ്പോൾ തന്നെ ഞങ്ങൾ വിചാരിച്ചതിൽ അധികമായിട്ട് കൂടുന്നതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ അമ്മയുടെ ഫാമിലിയിലുള്ള സഹോദരങ്ങൾ, അവരുടേതായ മക്കൾ, അവരെല്ലാവരും ഉദ്യോഗം ചെയ്യുന്നവരാണ്. അപ്പോൾ ഒരിക്കൽ ഞങ്ങളുടെ ഫാമിലി ഗ്യാതറിംഗ് എല്ലാം ഉണ്ട്. എല്ലാവരെയും വിളിച്ച് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു സഭ പണിയുന്നുണ്ട്, നിങ്ങൾക്കും കഴിയുന്നത് നിങ്ങൾ എന്തെങ്കിലും അതിനു വേണ്ടി ചെയ്യണം എന്ന് പറഞ്ഞ്, അങ്ങനെ സഹോദരങ്ങൾ, ഞങ്ങളുടേതാ കസിൻസ്, അവരും അതിനു വേണ്ടി അവരെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്തു.
ദൈവം നമുക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ ആരംഭിച്ചാൽ ഒരു ശക്തിക്കും അതിനെ തടയാൻ പറ്റത്തില്ല. ஆண்டவர் நமக்காக ஒரு காரியத்தை செய்ய துவங்கினால் ஒரு சக்திக்கும் அதை தடை பண்ண முடியாது. ദൈവം ഒരു വാതിൽ തുറന്നാൽ അതിനെ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ஆண்டவர் ஒரு வாசலை திறந்தால் யாராலையுமே அதை அடைக்க முடியாது. ഈ ദേശത്ത് ഇങ്ങനെ ഒരു ആലയം ഉണ്ടാകണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. இந்த தேசத்தில் இப்படியாக ஒரு சபை வர வேண்டும் என்பது தேவனுடைய அநாதி தீர்மானம். അതുകൊണ്ട് ദൈവം അതിനെ ഇവിടെ സ്ഥാപിപ്പാനിടയായി. அதனால தேவன் அதை இந்த இடத்துல ஸ்தாபித்திருக்கிறார். ഇതിനെല്ലാം മഹത്വവും ആരാധനയും ദൈവത്തിനാണ്. இதனுடைய எல்லா மகிமையும் மகத்துவமும் ஆராதனையும் கர்த்தருக்குரியதே. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ദൈവവചനം ഇതാണ്. நான் இப்படி இருக்கும் பொழுது என்னுடைய மனதில் வருகிற ஒரு தேவவசனம் നെഹമ്യ പ്രവചനം 2-ാം അധ്യായം 20-ാമത്തെ വാക്യം. നെഹമ്യ தீர்க்கதரிசன புத்தகம் 2-ാം അധികാരം 20-ാം വചനം. സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. പരലോകത്തിലെ ദേവൻ നമുക്കാக யாவற்றையும் வாய்க்க பண்ணுவார். അതുകൊണ്ട് അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയാം. அதனால் தேவனுடைய ஊழியக்காரராகிய நாங்கள் அதை எழும்பி ദൈവമാണ് നമുക്ക് ഈ കാര്യം സാധിപ്പിച്ചു തന്നത്. ஆண்டவர் தான் நமக்காக இதை எல்லாவற்றையும் செய்து முடித்திருக்கிறார். അതിനുവേണ്ടി ദൈവം ഒരുക്കിയ എല്ലാ മുഖാന്തരങ്ങളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ஆண்டவர் நமக்கு செய்திருக்க எல்லா உபகாரங்களையும் நினைத்து அவருக்கு ஸ்தோத்திரம் பண்ணுவோமா. 2019 ഈ സ്ഥലം ദൈവം നമുക്ക് തരുമ്പോൾ 2019 ആണ്ട് இந்த இடத்தை கர்த்தர் நமக்கு தரும் பொழுது ഇവിടെ എങ്ങനെ ഒരു ആലയം പണിയുമെന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായിരുന്നു. எப்படி இந்த இடத்துல ஒரு ஆலயம் கட்டுவோம் என்பது மிகப்பெரிய கேள்விக்குறியா இருந்தது. പക്ഷേ ദൈവത്തിന് അതിന് വ്യക്തമായ ഒരു ഉത്തരമുണ്ടായിരുന്നു. ஆனா ஆண்டவருக்கு தெளிவான ஒரு பதில் இருந்தது. ആമേ. പ്രിയപ്പെട്ട മേബൽ ആന്റിക്ക് ദൈവം കൊടുത്ത ദർശനത്തിനായി ദൈവത്തിന് സ്തോത്രം. പ്രിയமான മേബൽ ആന്റിക്ക് കർത്തർ കൊടുത്ത ദർശനത്തിനാக ഞങ്ങൾ ആണ്ടവരെ സ്തോത്രിക്കുന്നു. നമ്മുടെ പഞ്ചാബ് സ്റ്റേറ്റിൽ മാഗ്യാനിൽ ഒരു ചർച്ച് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പഞ്ചാബിന്റെ ഇടത്തില് ഇവരുടെ മൂലமாக ഇന്നൊരു ഇടത്തില് സഭ വേല നടന്നുകൊണ്ടിരുന്നത്. ആ ചർച്ചിന്റെ ഡെഡിക്കേഷന്റെ സമയത്താണ് ഇവിടെയും ആരാധനാലയത്തിന്റെ പണിയെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടായത്. அந்த ஆலயம் கட்டுமான பணி முடிந்து பிரதிஷ்டை பண்ணி கொண்டிருக்கிற நேரத்தில் தான் இந்த ஆலயத்தை குறித்ததான திட்டங்களும் தீர்மானங்களும் நடந்து கொண்டிருந்தது. ആന്റി എന്നോട് പറഞ്ഞു ഒരു ചെറിയ സഹായം ഞാൻ തരാം. ஆண்டி எங்ககிட்ட சொன்னாங்க என்னால முடிந்த ஒரு சின்ன உதவியை நான் தருகிறேன். നിങ്ങൾ വിശ്വാസത്താൽ ആരംഭിക്കാൻ പറഞ്ഞു. நீங்க விசுவாசத்தால் இதை ஆரம்பிங்கள் என்று சொன்னார்கள். എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. எனக்கு நல்ல உறுதியான ஒரு தீர்மானம். മേബൽ ആന്റി ഒരു ചെറിയ തുടക്കം തുടങ്ങിക്കഴിഞ്ഞാൽ മേബൽ ആന്റി ഒരു சின்ன துவக்கத்தை துவங்கினால் അത് പൂർത്തീകരിക്കാതെ ആന്റി പിന്മാറത്തില്ല. அதை நிறைவேற்றாமல் ஆண்டி பின்மாற மாட்டாங்க. ഈ സ്ഥലം മേടിച്ചത് ഉൾപ്പെടെ இந்த സ്ഥലத்தை വാങ്ങുന്നത് ഉൾപ്പെടെ ഏകദേശം 20 lakhs 20 ലക്ഷം രൂപ ഇവിടെ ചെലവിടുവാൻ കർത്താവ് സഹായിച്ചു. இந்த இடத்துக்காக 20 லட்சம் ரூபாய் அவர்கள் செலவு பண்ணி இருக்கிறார்கள். നമ്മുടെ ദൈവം ആർക്കും കടക്കാരനായ ദൈവമല്ല. നമ്മുടെ ആണ്ടവർ யாருக்கும் கடன்காரர் அல்ல. ആമേ. പാസ്റ്റർ ഫ്രിജി പറഞ്ഞു, ബ്രദർ ഫ്രിജി പറഞ്ഞു, ബ്രദർ ഫ്രിജി சொன்னார்கள். ആമേ. പഞ്ചാബിലെ വർക്ക് കഴിഞ്ഞതോടുകൂടി പഞ്ചാബിലെ ഊഴിയം നിറവേറുന്നതോടെ ഒന്ന് പീസായിട്ട് സമാധാനമായിട്ട് ഇരിക്കാമെന്നാണ് വിചാരിച്ചത്. സമാധാനമായി ഉட்காரலாம் എന്ന് നിனைத்தார். അപ്പോഴാണ് അടുത്ത ടാസ്ക് കിട്ടിയത്. അപ്പോഴാണ് അടുത്ത വേല അവരുടെ വിരുദനഗറിൽ. ഇന്ന് നമ്മൾ പുതിയ ടാസ്കിലേക്ക് വീണ്ടും മാറുകയാണ്. ഇന്നേക്ക് നമ്മൾ പുതിയ വേലയെ തിരുம்ப അവർ കയ്യിൽ ഒപ്പടിക്കാൻ പോകുന്നു. ആമേ. കർത്താവ് പ്രിയപ്പെട്ട ആന്റിയെയും പ്രിയപ്പെട്ടവരെയും പുതിയ പുതിയ കെട്ടിടങ്ങൾ പണിയാൻ വേണ്ടി ദൈവം അവർക്കൊരു നിയോഗം കൊടുത്തിരിക്കുകയാണ്. ആമേൻ. ആണ്ടവർ அந்த குடும்பத்திற்கு புதிய புதிய ஊழியங்களையும் புதிய புதிய ஊழியங்களை கட்டியெழுப்புவதற்கான தரிசனத்தையும் அழைப்பையும் அவர்களுக்கு ஆண்டவர் கொடுத்திருக்கிறார். നമ്മൾ ആരും അസൂയപ്പെട്ടൊരു കാര്യമില്ല. நம்ம யாருமே பொறாமைப்பட்டு எந்த பிரயோஜனமும் இல்ல. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർ സന്തോഷமா இருக்கிறீர்கள்? ആമേൻ. നമ്മുടെ വിമൻസ് ഫെലോഷിപ്പിനെ കൂടെ നിൽക്കാൻ വേണ്ടി ദൈവം ഉപയോഗിക്കുകയാണ്. ആമേൻ. വുമൻസ് ഫെലോഷിപ്പോട് ചേർന്ന് ദൈവനാമത്തെ നമ്മൾ മഹിമപ്പെടുത്തുന്നതിന് ചേർന്ന് നിൽപ്പോ. ആമേൻ. ഇവിടെ നിങ്ങളെ ഒരുപക്ഷെ ആരും നിങ്ങളുടെ പേര് പറഞ്ഞില്ലെങ്കിൽ ഒരുവേള ഇങ്ങ തനിപ്പടയായി யாருடைய பேரும் சொல்லப்படவில்லை என்றாலும் റിബൺ കട്ട് ചെയ്യുവാൻ നിങ്ങളുടെ പേര് വിളിച്ചില്ലെങ്കിൽ உங்களை இந்த ரிபன் கட் பண்ணி உள்ள அனுமதிப்பதற்கு உங்களுடைய பெயர்கள் அழைக்கப்படாவிட்டாலும் പ്രസംഗിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയില്ലെങ്കിൽ പ്രസംഗം பண்ணுவதற்கு உங்களுக்கு ஒரு അനുമതി கிடைக்காவிட்டாலும் സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെലവിടുകയും ചെയ്ത എല്ലാവരുടെയും പേര് എഴുതി വെച്ചിട്ടുണ്ട്. പരലോകത്തിൽ உங்களுடைய അത്രയും പേരുടെ പേരുകളും അങ്ങ് പതിക്കപ്പെട്ടിരിക്കുന്നത്. ആമേൻ. 1000 വിശുദ്ധന്മാരുടെ നടുവിൽ ഒരു ദിവസം ഇതിന്റെ പ്രതിഫലവും സന്തോഷവും നമുക്ക് അനുഭവിപ്പാൻ ദൈവം അവസരം തരാം. 1000 പരിശുദ്ധവാன்களுடைய மத்தியில் இதற்கான பிரதிபலனை இதற்கான மகிமையின் பிரதிபலனை கர்த்தர் உங்களுக்கு முன்பாக தருவார். എനിക്ക് വിരുദനഗർ ചർച്ചിനോട് ഒരു കാര്യം പറയാനുള്ളത്. വിരുദനഗർ സഭയെ സാർന്ന ദൈവ പിള്ളകളോട് എനിക്ക് ഒരു വിഷയം சொல்ல வேண்டும். പാസ്റ്റർ മഹാലിംഗം ബെഞ്ചമിനോടും വൈഫിനോടും പറയാനുള്ളത്. പാസ്റ്റർ മഹാലിംഗം ബെഞ്ചമിൻ അവർക്കും അവരുടെ കുടുംബത്തിനും என்ன சொல்ல வேண்டும் என்று. ക്യാഷ് ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാം സൗണ്ട് പ്രൂഫ് ചെയ്ത് AC എല്ലാം ഫിറ്റ് ചെയ്യാം. உங்களுக்கு காசு இருக்குதுன்னா என்ன பண்ணலாம்? ஃபுல்லா அடைச்சு
போட்டு ஏசி எல்லாம் பயன்படுத்தி எப்படி வேணா ஆண்டவர் ஆராதிக்கலாம். പക്ഷെ അതല്ല സഭയുടെ വളർച്ച. ஆனா அது அல்ல சபையோட வளர்ச்சி. വിരുന്നുകാർ സഭ ഒരുപാട് ഗ്രാമങ്ങളിൽ പോയി വർക്ക് ചെയ്യുന്നുണ്ട്. இந்த விருதுநகர் சபைகள் நிறைய கிராமங்கள்ல போய் ஊழியம் செய்கிறார்கள். നിങ്ങളുടെ സഭയുടെ വളർച്ച എന്ന് പറയുന്നത് உங்களுடைய சபை வளர்ச்சி எப்படி கணக்கிடப்படும் என்றால் നിങ്ങൾ മറ്റൊരു ഗ്രാമത്തിൽ പോയി സ്ഥലം മേടിക്കണം. நீங்க இன்னொரு கிராமத்துல போய் அங்க இடத்தை வாங்கணும். അവിടെ നിങ്ങൾ ചർച്ച് കെട്ടണം. அங்க நீங்க சபையை கட்டணும். ഇവിടുന്ന് അനവധി ബ്രാഞ്ച് പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. இந்த சபை மூலமாக விருதுநகர் பட்டணத்திலேயும் வெளியே அநேக கிளை சபைகள் உருவாக்கப்பட வேண்டும். അതാണ് സഭയുടെ വളർച്ച എന്ന് പറയുന്നത്. அதுதான் சபைയുടെ വളർച്ചയിൽ കണക്കിടപ്പെടുന്നത്. ഈ അടിസ്ഥാനത്തിൽ നിന്ന് പുതിയ തുടക്കങ്ങൾ ഉണ്ടാകണം. இந்த அடிസ്ഥാനത്തിൽ இந்த അനുഭവത്തിലിருந்து நிறைய അനുഭവങ്ങൾ நீங்க கற்றுக்கொள்ளணும் செய்ய வேண்டும். അതിനുവേണ്ടി നിങ്ങൾക്ക് നല്ല മനസ്സുണ്ട്, അഭിഷേകമുണ്ട്, ദർശനമുണ്ട്. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ ഉപയോഗിക്കുവാനിടയായി തീരും. அதற்கு உங்களுக்கு நல்ல மனது இருக்கிறது, நல்ல தரிசனம் இருக்கிறது, நல்ல அழைப்பு இருக்கிறது. அதை உற்சாகமாக செய்து கொள்ளுங்கள். നമ്മുടെ താമ്രം വിരുദനഗർ പ്രധാന സെന്ററുകളായി മാറുകയാണ്. താമ്പരം വിരുദനഗർ எல்லாமே മുഖ്യமான സെന്ററായി அமைய പോകുന്നത്. ആമേൻ. കർത്താവിന്റെ വരവ് താമസിച്ചാൽ തമിഴ്നാട് സ്റ്റേറ്റിൽ 100 സഭകൾ നമുക്കുണ്ടാകും. കർത്തരുടെ வருகை தாமதமானால் தமிழ்நாடு പട്ടണത്തിലെ സ്തോത്രം നൂറുകണക്കാன സഭകളെ കർത്തർ നമുക്കായി ഉരുവാക്കി കൊടുക്കും. അതിനുവേണ്ടി ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. அதற்காக நாம் சேர்ந்து ஜெபிக்க ஆயத்தப்படுவோம். ആമേൻ. നെഹമ്യാവ് പറയുന്നു, നെഹമ്യാ சொல்லுகிறார், മുഴുവൻ ശക്തികളും ഞങ്ങൾക്കെതിരായി നിന്നാലോ, എല്ലാ ശക്തികളും എங்களுக்கு എതിരാக നിന്നാലോ, പൈശാചിക ശക്തികൾ ഞങ്ങളെ വെല്ലുവിളിച്ചാലോ, സാത്താനുடைய ശക്തികൾ எங்களுக்கு விரோதமாக போரிட்டாலும், ഞങ്ങൾ ആരംഭിച്ചത് പ്രാർത്ഥനയിലാണ് ആരംഭിച്ചത്. ഞങ്ങൾ ആരംഭിച്ചത് ജപത്തിലെ ആരംഭിച്ചു. ഞങ്ങൾ ആരംഭിച്ചത് ദർശനത്തിലാണ് ആരംഭിച്ചത്. ഞങ്ങൾ ദർശനത്തിലെ ആരംഭിച്ചു. ദൈവം ഞങ്ങൾക്ക് അനുകൂലമായി ഞങ്ങളുടെ കൂടെ ഉള്ളിടത്തോളം കാലം, ദൈവം ഞങ്ങൾക്ക് അനുകൂലമായി നിൽക്കിടത്തോളം, ഞങ്ങളിൽ കൂടി ദൈവം ആരംഭിച്ച കാര്യങ്ങൾ പൂർത്തീകരണത്തിലെത്തിക്കുവാനിടയായി തീരും. ആണ്ടവർ എங்கள் മൂലമായി ആരംഭിച്ചதை നിശ്ചയமாக முடிவு செய்வார். വിരുദനഗറിൽ ആമേ ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ ഇവിടെ ഉണ്ടാകട്ടെ. വിരുദനഗറിൽ നിശ്ചയമാகவே தேவனுடைய பெரிய காரியங்கள் செயல்கள் வெளிப்படும். പുതിയ സ്ഥലങ്ങൾ വാങ്ങിക്കാൻ അവസരം ഉണ്ടാകട്ടെ. പുതിയ ഇടങ്ങളെ വാങ്ങുവதற்கு കർത്തർ ഉദവി ചെയ്യുവാനാக. നിരന്തരമായ സ്നാനം ഇവിടെ ഉണ്ടാകട്ടെ. നിരന്തരമായ ജ്ഞാന സ്നാനങ്ങൾ നടപ്പதாக. അത്ഭുതങ്ങൾ ഇവിടെ സംഭവിക്കട്ടെ. അത്ഭുതങ്ങൾ നടപ്പதாக. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന രോഗികൾ സൗഖ്യമാകട്ടെ. இங்கே வந்து ஜெபிக்கிற வியாதியஸ்தர்கள் சுகமடைவார்களாக. ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. எனக்கு ഒരു വിഷയത്തിൽ ரொம்ப ഉறுதியா இருக்கிறேன். ഇന്ന് ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ച് ആരംഭിച്ച് ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഇன்றைக்கு நாம் ஜெபித்து ஆரம்பிக்கப்பட்ட இந்த ஆராதனை நடந்துകൊണ്ടിരിக்கும் பொழுது, ദൈവത്തിന്റെ ദൂതന്മാരുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. ദേവദൂതர்களுடைய பிரசன்னம் இங்க இருக்கிறது. മനുഷ്യനല്ല ഇനി കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇനി ഇങ്ങ മനുഷ്യர்கள் അല്ല കാര്യങ്ങളെ ചെയ്യ പോകുന്നത്. ദൈവത്തിന്റെ ദൂതന്മാർ ചില നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുവാൻ പോകുകയാണ്. ദേവദൂതர்கள் ഇവരുടെ എല്ലാ കാര്യത്തെയും ഒഴുങ്ങ് ചെയ്യ പോകുகிறார்கள். ഈ മണ്ണിനെ കർത്താവ് ശുദ്ധീകരിക്കുകയാണ്. இந்த மண்ணை ஆண்டவர் பரிசுத்தப்படுத்த போகிறார். ഈ കെട്ടിടത്തെ ദൈവം ശുദ്ധീകരിക്കുകയാണ്. இந்த കെട്ടിടത്തെ കർത്തർ പരിശുദ്ധപ്പെടുത്തുகிறார். യോബിന് ചുറ്റും കെട്ടിയ ദൈവത്തിന്റെ തീമതിൽ, യോബുവെ ചുറ്റിലും ദൈവത്തിന്റെ മതിൽ പാതുകാത്തதை போல, ശലോമോന്റെ ആലയത്തിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ തേജസ്, സാലോമോന്റെ ദേവാലയത്തിൽ ഇറങ്ങിയ ദേവ പ്രസന്നം, ദൈവമേ സമാഗമന കൂടാരത്തിൽ ഇറങ്ങിയ ദൈവത്തിന്റെ ശക്തേന, ആശരിപ്പ് കൂടാരത്തിൽ ഇറങ്ങിയ ദേവ മഹിമൈ, ദൈവം തന്ന ഈ ബിൽഡിംഗിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത് ഞങ്ങൾ വിശ്വാസത്താൽ കാണുകയാണ്. ആണ്ടവർ തന്ന இந்த കെട്ടിടത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ വിശ്വാസ കണ്ണാൽ பார்க்கிறேன். ആമേൻ. പാസ്റ്റർ ബെഞ്ചമിനും ഭാര്യയും ചെയ്യുന്ന മിനിസ്ട്രിയെ ഞങ്ങൾ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നു. പാസ്റ്റർ ബെഞ്ചമിനെ അവരുടെ മனைவி சேர்ந்து செய்கிற ஊழியங்களை நாங்கள் மிகவும் கனப்படுத்துகிறோம். കേരളത്തിൽ നിന്നുള്ള ഞങ്ങൾ ചേർന്ന് നിങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട് തരികയാണ്. കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്ന ஊழியர்களும் വിശ്വാസികളും சேர்ந்து உங்களுக்கு நாங்கள் ஒரு மிகப்பெரிய சல்யூட் தருகிறோம். നിങ്ങൾ ഒരുപാട് മെന്റൽ പേഷ്യന്റിന്റെ അടുക്കൽ പോകുന്നത്, நீங்க अनेक மனநோயாளிகள் பக்கத்துல போகிறீங்க. അവർക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നത്, അവർക്ക് சாப்பாடு கொடுக்கிறதையும், അവർക്ക് ഹെയർ കട്ട് ചെയ്ത് കൊടുക്കുന്നത്, അവർക്ക് മുടി കത്തരിத்து കൊടുப்பதையும், അവരെ കുളിപ്പിക്കുന്നത്, അവരെ കുളിപ്പാട്ടുகிறதையும், തെരുവിലുള്ള കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത്, തെരുവിൽ இருக்கிற കുഴந்தைகளுக்கு சாப்பாடு கொடுக்கிறதையும், ഇതൊക്കെ കണ്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം பார்த்து நாங்கள் மிகவும் சந்தோஷப்பட்டிருக்கிறோம். ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാൻ ഒരു പ്രൊഫറ്റിക്കൽ, ഒരു പരിശുദ്ധാത്മാവിൽ ഒരു പ്രവചന ശബ്ദം ഞാൻ പറയാം. പരിശുദ്ധാവിൽ നിറഞ്ഞ ദീർഘദർശനമായ ഒരു വാർത്തയെ சொல்லுகிறேன். ഇന്ന് ഈ ആലയം ഇവിടെ കർത്താവിന്റെ നാമത്തിൽ പ്രതിഷ്ഠിച്ചു കഴിയുമ്പോൾ, ഇன்றைக்கு இந்த ஆலயத்தை தேவ நாமத்திலே பிரதிஷ்டை பண்ணும் பொழுது, ഇനി മാനസിക രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുക മാത്രമല്ല, ഇനി മനനോയാളികൾക്ക് സാപ്പാട് കൊടുക്കുന്നത് மட்டுமല്ല, യേശുവിന്റെ നാമത്തിൽ അവർ സൗഖ്യമാകുവാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ അവർ സുഖമடைய പോകുகிறார்கள். ദൈവം അനവധി അത്ഭുതങ്ങളാൽ ദൈവത്തിന്റെ വചനത്തെ ഉറപ്പിക്കുവാൻ പോകുകയാണ്. ദേവൻ അനേക അത്ഭുതങ്ങളാൽ ദേവ വാർത്തയെ ഇങ്ങ് നിറവേറ്റ പോകുகிறார். കർത്താവ് പുതിയ തുടക്കങ്ങളോടെ ആരംഭിക്കുകയാണ്. പുതിയ തുവക്കത്തെ ആരംഭിക്ക പോകുகிறார். നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ച ദൈവം, நல்ல பிரவர்த்தி நல்ல செய்கைகளை ஆரம்பித்த ஆண்டவர்
കർത്താവ് അതിനെ പൂർത്തീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. நிறைவேற்றுவதற்கு அவர் போதுமானவராக இருக்கிறார். ആമേൻ. നിങ്ങൾ ഐക്യതയോടും സ്നേഹത്തോടും കൂടി നിൽക്കുക. நீங்கள் ஒரு மனதாயும் அன்பாயும் இந்த இடத்துல செயல்படுங்கள். കർത്താവിന്റെ സ്നേഹം നിങ്ങളുടെ മേൽ വർദ്ധിക്കട്ടെ. ஆண்டவருடைய அன்பு உங்களுடைய வளருவதாக. ഈ ആമേൻ ദേശത്തെ ഈ പ്രവർത്തനങ്ങൾ മലമേലിരിക്കുന്ന പട്ടണം പോലെ, இந்த தேசத்தில் செயல்படுகிற இந்த ஊழியம் மலை மேல் வைக்கப்பட்ட பட்டணத்தை போல, തണ്ടിന്മേൽ പ്രകാശിക്കുന്ന വിളക്ക് പോലെ, தண்டின் மேல் வைக்கப்பட்ட விளக்கை போல, ഇതൊരു ലൈറ്റ് ഹൗസ് ആയി, இது ஒரு லைட் ஹவுஸ் ஆയി തീരട്ടെ, മാറുവதாக. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ചേർന്ന് ജപിപ്പോമാ. ആമേൻ. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് എല്ലാ നിന്നാട്ടെ. ദൈവപിള്ളേരും ദൈവസമുഖത്തിൽ എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. എല്ലാ ദൈവസമുഖത്തിൽ എഴുന്നേറ്റ് നിൽപ്പോമാ. പ്രിയപ്പെട്ടവരെ, ഇതൊരു ഒഫീഷ്യൽ പ്രയർ മാത്രമല്ല, ഇത് ഒഫീഷ്യൽ ഒരു പ്രയർ மட்டும் கிடையாது. ഇത് ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിൽ വെളിപ്പെട്ട് നിൽക്കുന്ന, ദൈവസമുഖത്തിൽ ദൈവ പ്രസന്നം നിറഞ്ഞു നിൽക്കുന്ന, കർത്താവിന്റെ മഹത്വം നമ്മുടെ നടുവിൽ ഇറങ്ങി നിൽക്കുന്ന, ദൈവ മഹത്വം നിറഞ്ഞു നിൽക്കും പൊழுது പ്രത്യേക ആത്മീക അനുഭവത്തിന്റെ ഒരു പ്രാർത്ഥനയായി തീരട്ടെ. വിശേഷமான ഒരു ആവിക്കുரிய കൂടുകയാ മാറട്ടെ. ഹല്ലേലൂയ. പടി ഉദവി ചെയ്ത பண்ண ஸ்தோத்திரம். விசுவாசிகளுக்காக ஸ்தோத்திரம். ஊழியக்கார் பாஸ்டர் குடும்பத்துக்காக ஜெபிக்கிறோம். விசுவாசி குடும்பங்களுக்காக ஜெபிக்கிறோம். சின்னவன் 1000 மாறும். ஏற்ற காலத்திலே நிவர்த்தி பெறும் வாக்குத்தத்தம் நிறைவேற போகிறவன் ஸ்தோத்திரம். நாங்கள் விசுவாசிக்கிறோம். ஆண்டவரே, இந்த இடத்துல ஒரு பெரிய எழுப்புதலை தாரும், பெரிய காரியங்களை செய்யும். ஆண்டவரே, குடும்பத்தை ஆசீர்வதியும், விசுவாச குடும்பங்களை ஆசீர்வதியும், தேசத்தை ஆசீர்வதியும். இந்த நிகழ்ச்சியில் பங்கு பெற்றிருக்கும் கேரளாவிலிருந்து வந்திருக்கும் விசேஷ அதிதிமார்களுக்கு எல்லாரையும் ஆசீர்வதியும். இயேசுவின் നാമത്തിലെ ജപത്തെ കേളും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇന്റർനാഷണൽ സയൻസ് അസംബ്ലി വിരുന്നുനഗർ ചർച്ച് ബിൽഡിംഗ് ദൈവനാമ മഹത്വത്തിനായി ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിക്കുന്നു. ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. കരങ്ങളെ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാ, കുമാരൻ, പരിശുദ്ധാവിയാരുടെ നാമത്തിൽ വിരുന്നുനഗർ പട്ടണത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഇന്റർനാഷണൽ സിയോൻ അസംബ്ലി സഭയെ ദൈവസമൂഹത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാ ദൈവപിള്ളേരും കരങ്ങളെ തട്ടി സ്തോത്രിപ്പാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇവിടെ എത്ര സ്ഥലമുണ്ടെങ്കിലും ബിൽഡിംഗ് ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ പ്രവൃത്തിയും അഭിഷേകവും വചനവും വിശുദ്ധിയും നല്ല ഉപദേശങ്ങളും ഇവിടെ ഉണ്ടാകണം. അതിന് ദൈവത്തിൻ്റെ വിശേഷമായ കൃപ പാസ്റ്റർ ബെഞ്ചമിനും ഫാമിലിക്കും ആവശ്യമാണ്. കർത്താവിന്റെ ദാസനും കുടുംബത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്ലീസ് സഭ ദൈവ പിള്ളേകൾക്കായി സ്തോത്രിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് ആശീർവദിപ്പീരാക. യേശുവിൻ നാമത്തിൽ തന്നെ. യേശുവിൻ നാമത്തിൽ ജപിക്കുന്നു. ആമേൻ, ആമേൻ. அவங்களை ஆதரிக்கிறதுக்காக ஒரு சின்ன ஒரு சால்வை நாங்கள் வாங்கி வச்சுருக்கிறோம். அதை கர்த்தர் நாமத்தில் நாங்கள் அந்த 5 பேருக்கு போடங்கள் நீங்கள் எல்லாருமே அதை என்ன செய்யுங்க, ஷேர் பண்ணிக்கிங்க. സഹോദരിമാരെന്ന് പറഞ്ഞാൽ അവർ ഇത്തിരി ത്യാഗമുള്ളവരാണ്. ലാഡ്ജി സന്തോഷത്തോട് വന്ന് ത്യാഗത്തോട് വന്ന് പ്രവർത്തിക്കുകയും അതേപോലെ ഞാൻ എപ്പോഴും അവരുടെ കാര്യങ്ങളെ ഞാൻ വിളിച്ച് ചോദിക്കും. ഇപ്പോൾ പ്രെയർ ടവറിൽ പ്രാർത്ഥനയ്ക്ക് എല്ലാത്തിനും ലാഡ്ജി പ്രാർത്ഥന വീരന്മാരായി സഹോദരിമാരെന്നാലും അവരൊക്കെ വലിയ താല്പര്യത്തോടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും എല്ലാം ചെയ്യുന്നു. അതിനായി ദൈവത്തെ നന്ദി പറയുന്നു. കുറേ ദിവസം മുൻപായി എനിക്ക് ശരീരമായുള്ള ബലഹീനതകളുണ്ടായി, പെട്ടെന്ന് വയ്യാത്ത ഒരു അവസ്ഥ ഉണ്ടായി. അപ്പോഴല്ലേ നമ്മുടെ സഹോദരിമാരും അതേപോലെ പാസ്റ്റേഴ്സായുള്ള ദൈവദാസന്മാരും അവരെല്ലാം അതത് സമയത്ത് വന്ന് ത്യാഗത്തോട് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയുടെ മധ്യേ ദൈവനുടെ കരം എൻ്റെ മേൽ തൊട്ട്
என்னை சௌக்கியம் தந்தது மாத்திரமல்ல, பூர்ணமாய் தெய்வம் தொட்டு எனக்கு ஆண்டவர் பூர்ணமான சுகம் தந்தார். எல்லாத்துக்காக நான் ஆண்டவருக்கு நன்றி செலுத்துகிறேன். லாட்சி திவசங்களில் நாம் பலதும் கேட்டுக்கொண்டிருந்து, ஆனால் இந்த இடத்துல ஒரு ஆலயத்தை குறித்து ஆண்டவருக்கு நோக்கம் உண்டாயிருந்து. லாட்சி தெய்வம் பணிதது, மனுஷர் யாருமல்ல, இந்த ஆலயத்தை பணிதது தெய்வமாக்கும். லாட்சி தேவனுடைய சாநித்தியம், தேவனுடைய கிருபை இந்த இடத்துல உண்டு. அதனால் தெய்வம் அதை பிரவர்த்திச்சு. லார்ட் ஜீசஸ் 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 16-ാം വചനം വാസിക്കുമ്പോൾ, എൻ്റെ നാമം ഈ ആലയത്തിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ അതിനെ തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചിരിക്കുന്നു. എൻ്റെ പുഷ്ടിയും എൻ്റെ ഹൃദയവും എല്ലായ്പ്പോഴും ഇവിടെ ഇരിക്കും. അപ്പം ദൈവത്തിൻ്റെ ദൃഷ്ടിയും ദൈവത്തിൻ്റെ ഹൃദയവും എല്ലായ്പ്പോഴും ഇവിടെ ഇരിക്കും. அது ஒரு വലിய ஆசீர்வாதம். ஆண்டவர் அது அந்த வசனம் வாசித்தபோது நான் தேவனை ஸ்துதிக்கான் இடையாது. எல்லாய்പ്പോഴും இந்த இடத்துல ஆண்டவருக்கு நாமம் இருக்குன்னாக்கும். அப்போ எல்லாய்പ്പോഴും ஆண்டவருக்கு நாமம் உண்டு. ஆண்டவருக்கு நாமம் இந்த இடத்துல இருந்தால் വലിയ அதிசயங்களும் அற்புதங்களும் எல்லாம் நடக்கும். பெரிய வீரிய பிரவர்த்திகள் நடக்கும். லார்ட் ஜீசஸ் அதே போல் லார்ட் ஜீசஸ் ശരിക്കും ചൊന്നാൽ இந்த இடத்துல நாங்கள் ஒரு சகோதரி 9 பேர் இருந்து இந்த இடத்துல வந்து நாங்கள் பிரவர்த்திச்செന്ന எல்லா வீடுகளிலையும் ஏறி இங்கே அந்த சமயம் நல்ல வெயில் உள்ள சமயம்னாலும் இந்த ஏரியாவில் வீடுகளில் எல்லாம் ஏறி ப்ரேயர் பண்ணும்போது ஆண்டவர் அவங்கள குறித்து ஆலோசனை தருவார். அப்படி அவர்களெல்லாம் ப்ரேயர் பண்ணி அவங்க எல்லாம் வெளியில் வந்து கேட்பாங்க என்ன இதுன்னு சொல்லிட்டு. நாங்கள் ஜீவனுள்ள தெய்வம் உண்டு, ஆண்டவர் உங்களை நேசிக்கார் அப்படியெல்லாம் ஆண்டவரை குறித்து சொல்லி அப்படி நாங்கள் ராத்திரியான சமயம் ராத்திரி இந்த இடத்துல கூடி, இது பக்கத்தில் ஒரு இடத்துல கூடி, அப்போ எல்லோரும் நாங்கள் எல்லா வீடுகள்லையும் போனதுனால எல்லோரும் வந்து கூடி நாங்கள் ஒன்றிச்சு இந்த இடத்துல கூடி ப்ரேயர் பண்ண நிறைய பேர் வந்தாங்க. அப்போ அப்படியே ப்ரேயர் பண்ணி இருக்கும்போது ஆண்டவர் எனக்கிட்ட பேசினார், மகளே நீ இந்த இடத்தில் ஒரு ஆலயம் கட்டணும். அப்போ என்னெடுத்து ஆண்டவர் இப்படி பேசினார், நீ ஒரு ஆலயம் கட்டணும். நான் அப்போ அந்த ஆண்டவருக்கு சப்தத்தை நான் அப்படியே கவனிச்சிட்டு நான் எப்படி ஆலயம் கட்ட முடியும், என்னாலும் ஆண்டவர்கிட்ட இயேசு சொன்னேன், ஆண்டவரே சரி ஆண்டவரே என்ன. அப்போ ஆண்டவர் சொல்லியார், மகளை இந்த இடத்துல நிறைய பேர் சுற்றுப்பாடும் ஆகாரம் இல்லாமையும் கஷ்டப்படுவாங்க, தெய்வனை அறியாமல் கிடக்கும். அவங்களுக்கு வீடு இல்லாமல் அப்படியெல்லாம் கிடக்கும். ஒரு ஆலயம் கட்டினா அதிலிருந்து அந்த வீட்டிலேருந்தெல்லாம் ஒரு நபராக்கு இந்த ஆலயத்தில் வந்தால் அவங்களுக்கு ஒரு வீடு வச்சு கொடுத்தது போல் ஆச்சு. அப்படி ஆண்டவர் பேசினார். அப்போ கஷ்டப்பட்டு கிடக்கு இவங்களுக்கு. அப்போ ஆண்டவர் சொல்லி யாராவது வந்து ப்ரேயர் பண்ணினா அவங்களுக்கு ஒரு வீடு வச்சது போல் ஆச்சுன்னு. இப்போ நான் அதனை குறித்து இந்த அவங்களுக்கு ஒரு வீடு வச்சு கொடுத்தது போல். அப்போ அதனையும் சிந்திச்சுட்டு நான் மனசில் ஆலோசனை இட்டு வீட்டில் போய் பிள்ளைங்கள்ட்ட சொன்ன, பிள்ளைங்க தெய்வத்தை சிநேகிக்க பிள்ளைங்க ஆண்டவர் அது அப்படியாக இந்த இடத்துல. அப்போ ஆண்டவர் சொன்னார், மகளை நீ இந்த இடத்தை ஆசீர்வதித்து ப்ரேயர் பண்ணிட்டு போய் இந்த இடத்தை ஆசீர்வதித்து இந்த 4 சுற்றும் இடங்களை நீ கை நீட்டி ஆசீர்வதித்து சுற்றும் உள்ளவங்க அவங்க எல்லோரும் இந்த இடத்துல ஆண்டவருக்கு அற்புதங்க. இப்போ வருமானம் ஒன்றும் இல்லாமல் கஷ்டப்படுவங்க. ஆனால் அவங்களுக்கு நான் வருமானத்தை ஒருக்குவேன், வருமானத்தை வர்த்திப்பிச்சு இன்றைக்கி நீ இந்த இடத்துல இப்படி. ஆனால் இனி வரும்போது വലിய வித்தியாசமாக இருக்கும், വലിയ ஆசீர்வாதங்கள் വലിയ அற்புதங்கள் எல்லாம் உண்டாகி ஒரு വലിய பேரால் இந்த இடம் அறியக்கு ஆண்டவர் கிரியை செய்வாருன்னு. அப்போ எனக்கு பெரிய சந்தோஷம். ஆண்டவராட்டே இந்த இடத்தை ஆசீர்வதிப்பார். இனி வார சமயம் பெரிய ஆசீர்வாதமாய் லார்ட் ஜீசஸ் ஆண்டவர் இந்த இடத்தை மாற்றி தீர்ப்பாருன்னு വലിയ விசுவாசம். ஆண்டவர் பேசினால் அற்புதம் நடக்கும். ஆண்டவருக்கு கிருபை இந்த இடத்துல இருக்குது. இந்த இடத்துல ஆண்டவருக்கு கிருதயமும் ஆண்டவருக்கு சாநித்தியம் எல்லாம் உண்டு. அதனால் ஆண்டவர் இந்த இடத்தை ஆசீர்வதித்து ஒரு பெரிய இதாட்டு இந்த இடத்துல ஒரு ஆளாக வந்த அந்த அப்போ நானே ஆண்டவர்கிட்ட ப்ரேயர் பண்ணின. ஆண்டவர் சொன்னார், இந்த இடத்துலேருந்து
நிறைய ஊழியங்க அங்கங்கேயா வெளிப்படும், நிறைய ஊழியங்க. அதே போல் நிறைய ஆராதனைகள். இப்போ ஆராதனை ஸ்தலங்கள் இல்லாத ஒரு ஆராதனை ஸ்தலமாக்கும். എന്നാൽ ഇനി நிறைய ஆராதனை ஸ்தலங்கள் ஆண்டவர் நிறைய பேர் ஊழியக்காராயும் இப்போ பெஞ்சமின் பாஸ்டர் தான் ஊழியக்காராட்டிருக்காங்க. நிறைய ஊழியக்கார எழும்புவார்கள். அதனால் தேவனுடைய கிருபை இந்த இடத்துல எல்லாம் உண்டு. பாஸ்டரும் சிஸ்டரும் அவங்க நடந்து போய் ப்ரேயர் பண்ணி கால் வைക്കുന്ന ஆண்டவர் அப்ரஹாமினோடு சொன்னார், நீ கால் வைக்கும் தேசம் நான் உனக்கு அவகாசமாக்கி தருவேன் என்று. அதே போல் கால் வைக்கிற தேசம் இந்த சுற்றுப்பாடும் ஜனங்களை ஆண்டவர் அவகாசமாக்கி தருவார். அவங்க சாட்சியங்க கேட்கவங்க ரசிக்கப்படுவாங்க. ஆண்டவர் பெரிய அற்புதம் செய்து இந்த இடத்துல ஆண்டவருக்கு இந்த இடத்துல மனரோகிகள் அதே போல் பிசாசினால் நாங்கள் அன்னைக்கு வந்தாக்கில் வீடுகளில் போனாக்கில் பிசாசு ஆடி ஒருத்தரும் இப்படி கஷ்டப்படுவாங்க. எல்லாரும் மாரக ரோகங்களால் மக்கள் கஷ்டப்பட்டு ஆளுகள் இறந்து சின்ன பிள்ளைங்க வளர கஷ்டப்படுவாங்க. ஆனால் ஆண்டவராட்டே ஆசீர்வதித்து ஆண்டவராட்டே அற்புதம் செய்து ஆண்டவருக்கு கிருபை இந்த இடத்துல அநேகம் பேர் ஆண்டவர் ரசிக்க ஆண்டவர் கிருபை செய்தார். இனியும் ஆண்டவருக்கு பெரிய அப்போ ஆலய பணிக்காயிட்டு நாங்கள் வந்த சமயம் அங்கே ஒரு ചെറിയ சபையில் பாஸ்டர் ஆராதனை நடத்தி வந்தோம். நாங்கள் அன்னைக்கு அடுத்த நாளைக்கு சண்டே ஸ்கூல் பிள்ளைங்களுக்கு அல்லாத ஒரு ப்ரேயர் மீட்டிங் வச்சுருந்தோம். அதில் கூடியிருந்தாக்கில் நம்ம ஜோசப் பிரதரும் നമ്മുടെ ഡേവിഡ് ബ്രദർ ജോസഫ് ബ്രദറും കുടുംബം അതേപോലെ ഡേവിഡ് ബ്രദറും കുടുംബം എല്ലാം எனக்கு ப்ரேயருமாയിട്ടുള്ള கான்டாக்ட் உண்டு. அவங்க என்னை கூப்பிட்டு எனக்கு வர முடியாது, நான் அப்படி வரவில்லை. ஆனால் அவங்க ஆண்டி வந்தாங்களே, ஆண்டியை பார்க்கட்டுன்னு சொல்லிட்டு வந்தாங்க. அப்போ வந்து அவங்களுக்கு ஆண்டவர் அது கொண்டு வந்தது. அவங்களுக்கு ஆண்டவர் அந்த பாரம் கொடுத்தாரு. லார்ட் ஜீசஸ் அவங்க நிறைய காசு ஜோசப் பிரதர் அகமழிஞ்சு நிறைய சாதனங்கள் காசுகள் எல்லாம் ஜோசப் பிரதர் அதுக்கு வேண்டி நல்ல தாற்பயத்தோடு அவர் தான் வந்து ஆண்டி இன்னும் இது நான் செய்யணும்னு நினைக்கிறேன். அப்படி அதே போல் നമ്മുടെ ഡേവിഡ് ബ്രദറും லார்ட் ஜீசஸ் அது ஒரு വലിய சந்தோஷம், எல்லாருக்கும் சந்தோஷம். இவ்வளவு அவங்கள்ட்ட ஒன்றும் கேட்காம தான் எல்லாம் அவங்க ஓரோ காரியங்களும் பெஞ்சமின் பிரதருக்கு என்னது சில காரியங்களெல்லாம் அவர் செய்து ஓரோ காரியங்களும் ஆண்டவராட்டை அவரை கொண்டு செய்யிச்சு அவங்கள குடும்பங்களை ஆண்டவர் ஆசீர்வதிக்கட்டை பெருக பண்ணட்டை ஆண்டவர் ஆசீர்வதிச்சு கொண்டே இருக்கார். இனி ஆண்டவருக்கு பெரிய கிருபை கூட இந்த நடத்தட்டை. அதே போல் நான் என்ன சகோதரங்கள் பிள்ளைங்க எல்லோரும் நல்ல ஆசீர்வதிக்கப்பட்டவங்களாக என்ஜினியர்ஸ் ஆட்டிருக்காங்க. அப்போ எல்லோரும் தாற்பயத்தோடு ஆண்டி கேட்ட என்ன வச்சா அவ்வளவுக்கு எனக்கு காட்ட எல்லாருக்கும் വലിയ സ്നേഹം ഉണ്ട്. എല്ലാവർക്കും 25-30 എഞ്ചിനീയർമാരുണ്ട് എന്നെ കുടുംബത്തിലെ സഹോദരങ്ങൾക്ക് എല്ലാ മക്കളും എന്നാൽ എല്ലാവരും താല്പര്യം ഞാൻ വെച്ചിട്ട് അവങ്ങളെ കൊണ്ട് കഴിയതുപോലെ ലാർഡ് ജീസസ് 10,000 തന്നതുണ്ട്, 25,000 അതേപോലെ 1,00,000 തന്നതുണ്ട്. എന്നെ എല്ലാം ആണ്ടവരായിട്ട് ആലയത്തിൻ്റെ പണിക്ക് വേണ്ടി എന്ന് ചെന്നപ്പോൾ இப்போ அவங்கள கொண்டு കഴിയതുപോലെ கொஞ்சமாட்டൊക്കെ സഹായിച്ച് ஆண்டவர் இவ்வளவாட்டு என்னை கொண்டு കഴിயாது. ஆனால் ஆண்டவர் அது செய்யிச்சார். அதற்காக நன்றியோடு ஆண்டவருக்கு நன்றி செலுத்துகிறோம். எல்லா காரியங்களும் ஆண்டவர் கண்டிருந்து ஆண்டவர் கிரியை செய்தார். ஆண்டவர் அநேகம் பேர் இந்த நாள்களில் எழுப்பட்ட நான் இதில் இருந்த சமயம் இதில் போர்வெல் இது கிணறு தோண்டியது போல் வெள்ளம் ஊற்றாയിട്ട് பொங்கி வர்றது போல் கண்டு அப்போ என்ன ஒரு தேவனுக்கு பெரிய கிருபை பெரிய ஆசீர்வாதம் உண்டு இந்த இடத்துல. அது ஆண்டவர் ஆசீர்வதித்து எல்லாரையும் பெரிய பண்ணி வந்த எல்லாரையும் ஆண்டவர் ஆசீர்வதிக்கட்டே. நாம் லார்ட் ஜீசஸ் வந்து தேவனுடைய கிருபை கூட எல்லாரையும் நடத்தட்டே. இது ஒரு பெரிய மகா சந்தோஷம். இந்த இடத்த நாம் காணும்போதே இந்த இடத்துல ஒரு மறுபூமி போல தோணும். ஆனால் இந்த மறுபூமியை நீருறவையாக்கி தீர்க்கிற தேவன் அற்புதங்களை பிரவர்த்தித்து ஆசீர்வதித்து பெரிய ആശീർവാദങ്ങളെ നിറച്ച് സഹായിക്കട്ടെ എന്ന് ദൈവകരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് സാക്ഷിയാകട്ടെ. ഈ പകൽക്കാലം ഇവിടെ ആയിരിക്കാൻ കർത്താവ് തന്നിരിക്കുന്ന വിലയേറിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ വിരുദ്ധനഗറിൽ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് മുതൽ എനിക്കും പല പ്രാവശ്യങ്ങളായിട്ട് ഇവിടെ വരാനും ഇവിടുത്തെ പണികളുടെ സമയത്തും 4-5 പ്രാവശ്യം ഇവിടെ വരാനും
ഇതൊക്കെയും കാണാനുമുള്ള ഭാഗ്യം ലഭിച്ചു. ഇത്രയും വേഗത്തിൽ ഇത് പണിയുവാനും ഇത്രയും മനോഹരമാക്കി തീർക്കുവാനും കർത്താവ് ഇവിടുത്തെ ദൈവമക്കൾക്ക് കൊടുത്ത അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനുവേണ്ടി അധ്വാനിച്ച എല്ലാവർക്കുമുള്ള ദൈവത്തിൻ്റെ പ്രതിഫലങ്ങൾ ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഈ ചർച്ച് ഈ ദേശത്തിൽ വളരട്ടെ. ഇവിടുത്തെ ദേശത്തെ പിടിച്ചെടുക്കുവാൻ ഉള്ള അധികാരവും അഭിഷേകവും ഈ ചർച്ചിനുണ്ടായിരിക്കട്ടെ. അത് വലിയ നിയോഗമായി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങൾ ദൈവം ഈ ദിവസങ്ങളിൽ ഉണ്ടാക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ഇൻ്റർനാഷണൽ സിയോൻ അസംബ്ലിയുടെ ഹെഡ് ഓഫീസിൻ്റെ പേരിലും അതുപോലെ ശാലേംപുരി ചർച്ചിൻ്റെ പേരിലുള്ള എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമ്മുടെ ഇൻ്റർനാഷണൽ സിയോൻ അസംബ്ലിയുടെ വനിതാ പ്രസ്ഥാനത്തിൻ്റെ പേരുള്ളതായ എല്ലാ ആശംസകളും അറിയിച്ചുകൊള്ളുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. பாஸ்டரோடும் மனைவியோட சொன்னாங்க, வாழ்க்கையில் பரிசுத்தம் வேணும். ஆண்டவர் சொல்கிறாரு, நீங்கள் எவ்வளோ பரிசுத்தமாக இருக்கீங்களோ கர்த்தர் இந்த சபையில் பெரிய காரியங்களை செய்வார். பரிசுத்தம் தான் கர்த்தருக்கு, கர்த்தர் பரிசுத்தம் தான் தேடுறார். நம்ம ஆண்டவர் பரிசுத்தமான ஆண்டவர். ஆண்டவர் சொல்ல நான் சொல்லிட்டேன், என் வேலை முடிஞ்சிச்சு. நீங்கள் எவ்வளோ பரிசுத்தமாக கர்த்தர் சந்தை இல்லை. இந்த வீட்டில் இந்த சபையில் ஜெபம் நடக்கணும். எல்லாம் காலையில் எத்தனை மணிக்கு ஜெபிக்கிறீங்க? 5 மணிக்கு சபையாக நீங்கள் ஜெபிக்கணும். கர்த்தர் சபையை ஒரு பெரஸ்தா குளமாக மாட்டுவார். இந்த சபையில் கால் வச்சாலும் அவங்களுக்கு ஒரு விடுதலை நடக்கும். அவங்களோட வாழ்க்கையில் ஒரு விரிவாக்கம் நடக்கும். பரிசுத்தாவிய சபையை சொல்கிறானா, அதுக்கு காரணக்காரன் நீங்கள் தான். நீங்கள் கர்த்தர் சந்நிதியில் எவ்வளோ தாழ்த்தி பரிசுத்தமாக ஜெபிச்சரோ கர்த்தர் விருநகரில் இந்த சபையை ஒரு பெரிய வெளிச்சமாக கர்த்தர் மாட்டுவார். விசுவாசிங்க, ஒரு அலையில சொல்லுவோமா? அலையில கர்த்தர் நடக்கும் சொல்றோம். ஹல்லேலூயா. இந்த இடம் முழுவதும் கர்த்தர் ஆத்துமாக்களால் நிரப்ப போகிறார். மகிமையான காரியங்களை கர்த்தர் இந்த சபையின் மூலமாக செய்ய போகிறார். கர்த்தர் அதை எப்படி நிறைவேற்றுவார்? ஆமென். ஆண்டவரே, உண்ட ஆலயத்தில் കുറുകിൽ ഒരു വീടും മേവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. ദൈവൻ്റെ ആലയത്തിൽ കുറുകിൽ ഒരു വീട്, മേവൽ പക്ഷി ഒരു കൂട്. കുറുകിൽ പെർമനൻ്റ് ഒരു വീട് കെട്ടുന്നത്, മേവൽ പക്ഷി ടെമ്പററിயாக ഒരു കൂട് കെട്ടിയത്. ആലയത്തിലും അതേപോലെ അനേകം പേർ ഡോക്ടർ കൈവിട്ട കേസെല്ലാം കടച്ചിൽ പ്രാർത്ഥിക്കാൻ കൊണ്ടുവരും. അപ്പുറം പറയും പ്രാർത്ഥിച്ച ഉടനെ ചത്തെന്ന് പറയും. അതുകൊണ്ട് അങ്ങനെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ആലയത്തെ തേടുകിற ആൾക്കളുണ്ട്. എൻ്റെ സഭയിലുണ്ട്. ഒരു മനുഷ്യൻ വന്ന് ഒരു 4-5 ആഴ്ച ആലയത്തിൽ വന്നിരുന്ന് ഹിന്ദു മനുഷ്യൻ. കുറേ കഴിഞ്ഞപ്പോൾ അമ്മ മരിച്ചു. ഹിന്ദു ആയിരുന്നു. അപ്പുറം പറഞ്ഞ അമ്മയുടെ ആഗ്രഹമായിരുന്നു മരിക്കുമ്പോൾ അടക്കം ചെയ്യണമെന്ന്. ദഹിപ്പിക്കാൻ പാടില്ല ഹിന്ദു. അതിനു വേണ്ടി വന്ന് ആവശ്യം കഴിച്ച് പിന്നെ ആളെ കാണാൻ ഇല്ല. അതേപോലെ എല്ലാവരും കൈവിട്ട കാര്യങ്ങൾ ദൈവൻ കൊടുക്കുമെന്ന് പറഞ്ഞ ആലയത്തിൽ വരും. അവരെല്ലാവരും നിലനിൽക്കുകയില്ല. എന്നാൽ കുറുകിൽ ഒരു വീട്, ലൂക്കാസ് സുവിശേഷം 12:6 പറയുന്നു, 2 കാശിന് 5 കുറുകിൽ വിൽക്കുന്നതല്ലയോ, അവയിൽ ഒന്നുപോലും ദേവനാൽ മറക്കപ്പെടുവതില്ലേ. നീ ദൈവൻ്റെ ആലയത്തിൽ പെർമനൻ്റാക നിലത്തിരിപ്പുമാനാൽ യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്ക് നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ഇരുപ്പാർകൾ. നാങ്കെല്ലാം പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായ സ്തോത്രം. ഈ പ്രദേശത്തിൽ ദൈവയുടെ ചിത്തത്തിനുപടി ആണ്ടവരെ ഒരാലയം ഇന്നേക്ക് പ്രതിഷ്ഠപ്പെടുന്നപടി ആണ്ടവരെ ഉദവി ചെയ്തപ്പെടുന്ന ആശോധന കുറവുകളെല്ലാം നിറവാക്കും. അനേക ഉദവി ചെയ്ത കരങ്ങളെ ദേവൻ ആശീർവദിക്കപ്പെടുന്ന ആശോധന 100 മടങ്ങാകെ ഉലകത്തിലെ ആശീർവാദത്തെ ഇന്നും എല്ലാ കുടുംബങ്ങളും പെറ്റുകൊള്ളട്ടും. അനേകം പേർക്ക് ഉദവിയായിരിക്കട്ടും. ദൈവൻ്റെ രാജ്യത്തിലും ആണ്ടവരെ ദൈവൻ അവർക്ക് അവകാശത്തെ എല്ലാം എഴുത്തിരിക്കപ്പെടുന്ന ആശോധനം. നീ ഭൂമിയിലേക്ക് കെട്ടപ്പെട്ടിരിക്കുന്നത് പരലോകത്തിലും കെട്ടപ്പെട്ടിരിക്കുന്ന വസനത്തിനുപടി ആണ്ടവരെ ദൈവനാമം മഹിമപ്പെടുമ്പടി ആണ്ടവരെ ഉദവി ചെയ്യും. ആകാര വിഷയങ്ങൾക്കാകെ പ്രയാസമെടുക്കുന്ന എല്ലാ സഹോദരന്മാരുകളെയും ആശീർവദിയും. എല്ലാവരും തൃപ്തിയാകെ സാപ്പെട്ട് സന്തോഷത്തോടെ ആണ്ടവരെ വിടുതലോട് ദൈവ തിരുമ്പി വീടുകളിൽ പോയി ചേരக்கூடிய വായ്പയും വസതിയും ഉരുവാക്കി താരും. എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിലെ ജപത്തെ കേളും. ആമേൻ. എന്നാത്മാവേ കർത്തരി സ്തോത്രി, എൻ മുഴുവനുള്ളമേ പരിശുദ്ധ നാമത്തെ സ്തോത്രി. എന്നാത്മാവേ കർത്തരി സ്തോത്രി. അവർ ചെയ്ത സകല ഉപകാരങ്ങളും മറവാതെ
ആമേൻ. നമ്മുടെ കർത്തരായ യേശു ക്രിസ്തുവിൻ കൃപയും പിതാവായ ദൈവത്തിൻ്റെ അൻപും പരിശുദ്ധാത്മാവിൻ്റെ ഐക്യവും നമ്മോടുകൂടെ എന്തെന്നേക്കും ഇരുപ്പതാക. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.